നിങ്ങളിപ്പോൾ ഈ കാണുന്നത് സ്പേസിൽ നിൽക്കുന്ന ഒരു റോക്കറ്റ് ആണ്. ഇതിന്റെ തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ ഭൂമിയുണ്ട്. അപ്പോൾ ഈ റോക്കറ്റിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റോക്കറ്റിന്റെ ആക്സിലറേഷൻ പയ്യെ പയ്യെ കൂടി വരികയാണ്. അതായത് ഇതിന്റെ വേഗത പയ്യെ പയ്യെ ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ ഈ റോക്കറ്റിന്റെ സ്പീഡ് കൂടി കൂടി പയ്യെ നമ്മുടെ യൂണിവേഴ്സിന്റെ ടോപ്പ് സ്പീഡ് ആയിട്ടുള്ള ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റോക്കറ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് പോകുന്നത് ഭൂമിയിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി അനുസരിച്ച് ഈ റോക്കറ്റ് ലൈറ്റിന്റെ സ്പീഡിലേക്ക് അപ്രോച്ച് ചെയ്യും തോറും ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റോക്കറ്റിന്റെ സമയം പയ്യെ പയ്യെ കുറഞ്ഞു വരും. അങ്ങനെ ഈ റോക്കറ്റ് പോയി പോയി ലൈറ്റിന്റെ സ്പീഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ റോക്കറ്റിന്റെ സമയം കംപ്ലീറ്റ്ലി നിലച്ചതായിട്ട് കാണാൻ പറ്റും. അതായത് ഭൂമിയിൽ നിന്നുള്ള ഒരാളെ നോക്കുമ്പോൾ ഈ റോക്കറ്റിന്റെ സമയം അനങ്ങുന്നില്ല. അതായത് ലൈറ്റിന്റെ സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ സമയം നിലച്ചിരിക്കും. അതായത് കംപ്ലീറ്റ്ലി സീറോ ആയിരിക്കും. അതാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സത്യാവസ്ഥ എന്താ വെച്ചാൽ ആർക്കും വളരെ ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും ഇത്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഡെറിവേഷനിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റെപ്സും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ അത്ര സമയമേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ ഫോട്ടോൺ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോൺ ക്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ടൈം സ്കെയിലേക്ക് സ്കിപ്പ് ചെയ്താൽ മതി. ഫോട്ടോൺ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് ഇത് ഫിസിക്കലായിട്ട് നടത്തിയിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് അല്ല. ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സെക്കൻഡ് സൂചിയുടെ ആ ഒരു സൗണ്ട് ആണ്. അതായത് ടിക് ടിക് എന്നുള്ള ഒരു സൗണ്ട് ആണ്. എന്നാൽ ഫോട്ടോൺ ക്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു തോട്ട് എക്സ്പെരിമെന്റിൽ സെറ്റപ്പ് അല്ലെങ്കിൽ അതിന്റെ അപ്പാരറ്റസ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. താഴത്തെ മിററിന്റെ അടിയിലായിട്ട് ഒരു ഫോട്ടോൺ ഗൺ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഫോട്ടോൺ ഗണ്ണിന്റെ ഒരു യൂസ് എന്താ വെച്ചാൽ അതിന്റെ അകത്തുനിന്ന് ഓരോരോ ഫോട്ടോണിന്റെ പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു തരത്തിലുള്ള ടോർച്ച് പോലത്തെ ഒരു സംഭവമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഫോട്ടോൺ ഗണ്ണിന്റെ ഗുണം എന്താ വെച്ചാൽ ഓരോ സമയത്തും ഓരോ ഫോട്ടോൺ വെച്ചിട്ടാണ് ഇങ്ങനെ വിടുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫോട്ടോൺ ഗണ്ണിൽ നിന്ന് ഓരോ ഫോട്ടോൺ വെച്ചിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ ഫോട്ടോൺ എമിറ്റ് ചെയ്യുമ്പോൾ ഈ സംഭവം നേരെ മുകളിൽ പോയിട്ട് ആ മിററിൽ പോയി ഇടിക്കുകയും അതിനുശേഷം അത് നേരെ താഴത്തെ മിററിൽ വന്ന് ഇടിക്കുകയും ചെയ്യും. ഈ ഒരു സൈക്കിൾ, അതായത് ഫോട്ടോൺ ഗണ്ണിൽ നിന്ന് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്ത് നേരെ മുകളിലത്തെ മിററിൽ പോയി ഇടിച്ചിട്ട് താഴെ വന്ന് തിരിച്ച് ആ മിററിനെ വന്ന് ഇടിക്കുന്ന ആ ഒരു സൈക്കിളിനെ നമുക്ക് ഒരു ടിക്ക് എന്ന് കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ ക്ലോക്കിനകത്ത് ഇങ്ങനെ ടിക് ടിക് എന്ന് പറയില്ലേ, അതുപോലെ ഒരു ടിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കും ഫോട്ടോൺ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്ത സിറ്റുവേഷൻ ഈ ഫോട്ടോൺ ക്ലോക്ക് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഇവിടെ ഈ രണ്ട് മിറേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഫോട്ടോൺ ഗണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് ഫോട്ടോൺ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് സി ആയിരിക്കും. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്യുന്ന ടൈം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്കിവിടെ സ്പീഡും ഉണ്ട്. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോൺ എത്ര സമയം കൊണ്ടാണ് ഈ ഒരു ടിക്ക് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഇക്വേഷനിൽ കാണുന്ന പോലെ തന്നെ ഡെൽറ്റ ടി, അതായത് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ടോട്ടൽ ടൈമാണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അത് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 2L/c. ഇവിടെ 2L എടുക്കാൻ കാരണം ഈ രണ്ട് മിറേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മിറർ ആയതുകൊണ്ട് തന്നെ ഈ ഫോട്ടോൺ മുകളിലേക്ക് വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് താഴത്തെ മിററിലേക്ക് വന്ന് ഇടിക്കുകയും ചെയ്യും. അതായത് ഈ ഫോട്ടോൺ രണ്ട് പ്രാവശ്യം ഈ ലെങ്ത് കവർ ചെയ്യും. അപ്പോൾ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 2L/c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോൺ കവർ ചെയ്ത ആ ഒരു ടൈം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്ത ഒരു തോട്ട് എക്സ്പെരിമെന്റ് നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇവിടെ ആ ഒരു എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് റെസ്റ്റിലാണ് നിൽക്കുന്നത്, അതായത് അത് അനങ്ങുന്നില്ല. അപ്പോ ഈ ഒരു ഫോട്ടോൺ ക്ലോക്ക് റെസ്റ്റിൽ നിൽക്കുന്നത്, അതായത് അനങ്ങാണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ഫോട്ടോൺ ട്രാവൽ ചെയ്ത ടൈമാണ് ശരിക്കും നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഫോട്ടോൺ ക്ലോക്ക് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഡെൽറ്റ ടി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഈ ഫോട്ടോൺ ക്ലോക്ക് ഒരു വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ മുന്നോട്ട് പോകുന്ന ഒരു ഫോട്ടോൺ ക്ലോക്കിനെയാണ് നമ്മൾ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ. അതായത് നമ്മുടെ ഈ ഫോട്ടോൺ ക്ലോക്ക് വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്കൊരു സ്റ്റേഷനറി ഒബ്സർവറിനെ കൺസിഡർ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ അതിന്റെ അടുത്ത് വന്ന് നിൽക്കുക എന്ന് വിചാരിക്കാം.
എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കൂടെ ഈ ഒരു ഫോട്ടോൺ ക്ലോക്ക് ഒരു വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആസ് എൻ ഒബ്സർവർ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഫോട്ടോണെ കാണുന്നത്? ഏത് രീതിയിലായിരിക്കും ആ ഒരു ഫോട്ടോൺ പോകുന്നതായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? ഈ ഫോട്ടോൺ താഴത്ത് എമിറ്റ് ചെയ്തിട്ട് മുകളിലത്തെ കണ്ണാടിയിൽ പോയി റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് വരണം. അതാണ് ശരിക്കും ഫോട്ടോൺ ക്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോട്ടോൺ ക്ലോക്ക് ഒരു വെലോസിറ്റി ഓഫ് വീൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഒബ്സർവറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോൺ സിഗ്സാഗ് ഷേപ്പിൽ ഇങ്ങനെ പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ കാരണം ഈ ഒരു ഒബ്സർവർ സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അനങ്ങാണ്ട് നിന്നിട്ട് ഈ ഒരു സംഭവത്തെ നോക്കുന്നത് കൊണ്ടാണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ആനിമേഷനിൽ കാണുന്ന പോലെ തന്നെ ഒരു സിഗ്സാഗ് പാറ്റേണിലായിരിക്കും ഈ ഒരു ഫോട്ടോൺ ട്രാവൽ ചെയ്യുക. ഇനി ഞാൻ ആദ്യത്തെ സിറ്റുവേഷനിൽ ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. എനിക്ക് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ടൈം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ രണ്ട് മിറേഴ്സും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ഈ ഫോട്ടോണിന്റെ സ്പീഡ് എന്ന് പറയുന്നത് C ആണ്, ഈ ഫോട്ടോൺ ക്ലോക്ക് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ ഈ 3 ടേംസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ടൈം കണ്ടുപിടിക്കണം. അതായത് ഡെൽറ്റ ടി ഡാഷ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ടിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോൺ താഴത്തെ മിററിൽ നിന്ന് അതിനെ ഒറിജിനേറ്റ് ചെയ്തിട്ട് മുകളിലത്തെ മിററിൽ പോയി ഇടിച്ചിട്ട് നേരെ താഴത്തെ മിററിൽ വന്ന് ഇടിക്കണം. എന്നാൽ മാത്രമാണ് ഒരു കംപ്ലീറ്റ് ടിക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഫോട്ടോൺ കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ടൈമിനെയാണ് നമ്മൾ ശരിക്കും ഡെൽറ്റ ടി ഡാഷ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഡാഷ് എന്ന് പറഞ്ഞത്. പക്ഷേ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫുൾ ട്രയാങ്കിൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ട്രയാങ്കിളിന്റെ പകുതി എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫുൾ ട്രയാങ്കിളിന് പകരം ഒരു ഹാഫ് ട്രയാങ്കിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഡാഷ് ബൈ 2 ആയിരിക്കും. അതായത് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫുൾ ട്രയാങ്കിളിന്റെ പകുതി നമുക്ക് ഇവിടെ എടുത്താൽ മതി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ഒരു കാര്യം നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം സ്പീഡാണ്. അതായത് ഫോട്ടോയുടെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് C ആണ്. ഇനി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ചെറുപ്പകാലം പോലും പഠിക്കുന്ന പൈതഗോറസ് തിയറം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം എന്താണ്, ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹാഫ് ട്രയാങ്കിളിലെ നോൺ വാല്യൂസ് എന്താണ്, നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്താണ്, ഈ പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് മാത്രമാണ്. അതായത് ഈ പറയുന്ന രണ്ട് മിറേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ സിറ്റുവേഷനിൽ കിട്ടിയ ആ ഒരു L ആയിരിക്കും. ബാക്കി രണ്ട് വാല്യൂസും, അതായത് ബേസും ഹൈപ്പോട്ടനീസും അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഒരു ഫോട്ടോൺ ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹൈപ്പോട്ടനീസ് എന്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് മാത്രം പോരാ, നമുക്ക് അറിയാവുന്ന ഓൾട്ടിറ്റ്യൂഡ് മാത്രം പോരാ, ഇവിടെ ബേസും വേണം. അപ്പോൾ ബേസ് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഫോട്ടോൺ ക്ലോക്ക് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് B ആണ്. അതായത് B എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഈ ഒരു സംഭവം ട്രാവൽ ചെയ്യുന്നത്. അതും ഈ ഫോട്ടോൺ ക്ലോക്കിന് പകുതി ട്രയാങ്കിൾ വരെ എത്താനുള്ള സമയം എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ടി ഡാഷ് ബൈ 2 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റിയും കിട്ടി, അതായത് B എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഈ ഒരു സംഭവം ട്രാവൽ ചെയ്തത്. ഇപ്പൊ നമുക്ക് ടൈമും കിട്ടി, അതായത് ഡെൽറ്റ ടി ഡാഷ് ബൈ 2 എന്ന് പറയുന്ന ഒരു ടൈം നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളുടെ ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ബേസിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇക്വേഷനിൽ കൊണ്ടിട്ടാൽ മതി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് കിട്ടേണ്ട ഡിസ്റ്റൻസ്, അതായത് താഴത്തെ ബേസ് ഈസ് ഈക്വൽ ടു സ്പീഡ്, അതായത് ഈ സംഭവം പോകുന്ന വെലോസിറ്റി ആയിട്ടുള്ള V ഇൻറ്റു ടൈം, അതായത് ഡെൽറ്റ ടി ഡാഷ് ബൈ 2. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറത്തിന് വേണ്ട രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞു, അതായത് ബേസും കിട്ടി, ഓൾട്ടിറ്റ്യൂഡും കിട്ടി. ഇനി നമുക്ക് നേരെ ആ ഒരു ഇക്വേഷനിൽ കൊണ്ടിട്ടാൽ മതി. അതായത് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് ആ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, അതായത് D. അപ്പോൾ D, അതായത് ഹൈപ്പോട്ടനീസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് D ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, അതായത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്ത ബേസിന്റെ സ്ക്വയറും പിന്നെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും, അതായത് L സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ്. അതായത് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്തതിനെടുത്ത ടൈമാണ് ശരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഹാഫ് ട്രയാങ്കിൾ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈമിന്റെ പകുതി എടുത്താൽ മതി. അതായത് ഡെൽറ്റ ടി ഡാഷ് എന്ന് പറയുന്നതാണ് ശരിക്കും ടൈം ട്രാവൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ടി ഡാഷ് ബൈ 2 നമ്മളിവിടെ എടുത്താൽ മതി.
ഇവിടെ നമുക്ക് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള അതേ ഫോർമുല തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഹാഫ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡാഷ് ബൈ 2 എന്നുള്ളതായിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കാം. ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് വി ഡെൽറ്റ ടി ഡാഷ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. അതാണ് ശരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതാണ് ശരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഈ എൻറ്റയർ ടേം ബൈ സ്പീഡ്, അതായത് സ്പീഡ് ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്, സി ആണ്. അപ്പൊ ഇതാണ് ഡെൽറ്റ ടി ഡാഷ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഫോട്ടോൺ ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ ഇങ്ങനെ മോഷനിൽ പോകുമ്പോൾ ആ ഒരു ഫോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുവരെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സയൻസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു ഇക്വേഷൻ, അതായത് ഡെൽറ്റ ടി ഡാഷ് ബൈ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത് തോന്നിയതുകൊണ്ടാണ് ഞാനൊരു സിംപ്ലിഫിക്കേഷൻ ഇവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തിയെന്ന് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കണമെങ്കിൽ താഴെ എൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെലോസിറ്റി വീല് മൂവ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. ഇനിയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം ചോദിച്ച ഒരു ചോദ്യം, അതായത് റോക്കറ്റ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് ലൈറ്റ് സ്പീഡ് വരെ എത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു റോക്കറ്റിന്റെ സമയം കുറഞ്ഞ് ഇല്ലാണ്ടാവും, അതായത് സമയം ആ റോക്കറ്റിന് ഇല്ലാണ്ടാവും എന്നുള്ള സിറ്റുവേഷൻ ആണ് ശരിക്കും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഈ റോക്കറ്റ് സമയം എക്സ്പീരിയൻസ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ശരിക്കും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതറിയാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ അകത്തേക്ക് ആ ഒരു സംഭവം ഇട്ടുകൊടുത്താൽ മതി. റോക്കറ്റ് സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ ഈ സമയം ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് റോക്കറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്ന വെലോസിറ്റീനെ നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വിക്ക് പകരം സി സ്ക്വയർ ആയിട്ട് മാറും, ബൈ സി സ്ക്വയർ ആയിരിക്കും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 1 ആയിട്ട് മാറും, അതായത് ഡെൽറ്റ ടി ബൈ റൂട്ട് ഓഫ് 0 ആയിട്ട് മാറും, അതായത് ഡെൽറ്റ ടി ബൈ 0 ആയിട്ട് മാറും, അതായത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അതായത് മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യം പോയിന്റ്ലെസ് ആണ്. അതായത് ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റിനെ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ലൈറ്റിന്റെ സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അത് ശരിക്കും പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ ഈ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ഈ ഒബ്സർവർ എന്ന് പറയുന്നത് വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ശരിക്കും നമ്മൾ എല്ലാവരും പറയുന്നത്. ഈ ഒബ്സർവർ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ഫ്രെയിമിനെയാണ് പറയുന്നത്. അതായത് ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഫ്രെയിമിനെയാണ് ശരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലത്തെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ് പറയുന്നത്, ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അതായത് സി ആണ്. അതായത് ലൈറ്റിന് ഈ പറയുന്ന ഒരു റെസ്റ്റ് ഫ്രെയിം ഇല്ല, ലൈറ്റിന്റെ ഒരു റെഫറൻസ് ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും സി ആയതുകൊണ്ട് തന്നെ അതിന് ഒരു റെസ്റ്റ് ഫ്രെയിം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ വീഡിയോയിൽ അതിന്റെ ശരിക്കുള്ള മീനിങ് എന്താന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത്. പൈതഗോറസ് തിയറം സ്പീഡ് വെലോസിറ്റി ടൈം റിലേഷൻഷിപ്പ് പറയുന്ന ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ ആണിത്. ഇതുപോലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്നെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ലവൻ എന്തായാലും എൻ്റെ അനിയൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസിബിൾ ആയത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.